ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമായതുകൊണ്ടായിരിക്കാം ഒരുപാട് പേരും സ്നാക്ക് റെസിപ്പീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ്, ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മൈദയും കൂടി ചേർക്കണം. 1/4 കപ്പ് തന്നെ മൈദയും കൂടി ചേർക്കണം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഫുള്ള് മൈദ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പ് പൊടിയും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് തന്നെ മൈദയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് മൈദ. ഇതിലൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന അപ്പക്കാരം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും ചേർക്കണം. ഇത് ചേർത്താൽ മാത്രമേ ഈ സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ സ്നാക്കിന് പല സ്ഥലത്തും പല പേരാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് പറയുന്നത് ഗുണ്ടെന്നാണ്. പഴം കേക്ക്, പഴം ബോണ്ട, അങ്ങനെ പല പേരിൽ പറയാറുണ്ട്. ഇനി ഒരു മിക്സി ജാർ എടുക്കുക. അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പം അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിനകത്ത് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കയും ജീരകവും ചേർക്കണം. അപ്പോൾ ഞാനൊരു 3 ഏലക്ക ചേർക്കുന്നുണ്ട്. 3 ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് കുരു മാത്രം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് പകരം ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ 3 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകമാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര, ഏലക്ക, ജീരകം 3ഉം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇതിനകത്തേക്ക് ഒരു പഴം ചേർക്കണം. ഞാനിവിടെ പാളയംകോടനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഏത് പഴമായാലും കുഴപ്പമില്ല, രസകദളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണേലും എടുക്കാം. ഇനിയിപ്പോൾ വലിയ പഴം, ഇപ്പോൾ റോബസ്റ്റ പോലുള്ള വലിയ പഴമാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി അരച്ചെടുക്കണം. പക്ഷേ വെള്ളമൊന്നും ചേർക്കേണ്ട, പഴം ഉള്ളതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതേ പഴവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയിൽ നിന്ന് ഫുള്ള് നല്ലതായിട്ട് ക്ലീൻ ചെയ്തങ്ങ് ഒഴിക്കണം കേട്ടോ. ഇനി ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, മഞ്ഞൾപ്പൊടി ചേർക്കുമ്പം ബോണ്ടയ്ക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടും, അല്ലെങ്കിൽ വെള്ള കളറിലിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇത് ആദ്യം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും സാദാ വെള്ളം, ചൂടുവെള്ളമല്ല സാദാ വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുവാണ്. കുറച്ച് നല്ല ലൂസായിട്ടുള്ളൊരു മാവായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എപ്പോഴും കൈവച്ച് തന്നെ കുഴയ്ക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു പരുവം കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്യുന്നേക്കാളും കൈവച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മാവ് കുഴച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ പരുവം കാണിക്കാം. കറക്റ്റ് എത്ര വെള്ളം വേണമെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഗോതമ്പ് പൊടിക്കും മൈദയ്ക്കും ഒക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ മാവ് റെഡി ആയിട്ട് അതിൻ്റെ പരുവം നോക്കാം. അപ്പോൾ ദേ മാവ് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. പക്ഷെ നമുക്കിങ്ങനെ കൈവച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാനും പറ്റണം, അതാണ് അതിൻ്റെ പരുവം. നമ്മുടെ കയ്യിലൊക്കെ നല്ല ഒട്ടിപ്പിടിക്കുന്ന മാവായിരിക്കും, കണ്ടോ. ഇതാണ് പരുവം കേട്ടോ, അത് കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മാവ് എപ്പോഴും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഗുണ്ട ഉണ്ടാക്കുന്നത്. മിനിമം ഒരു 1 മണിക്കൂർ വെക്കണം. കുറച്ച് സമയം കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല, 2-3 മണിക്കൂറൊക്കെ വെക്കാം. പക്ഷെ ഞാൻ സാധാരണ 1 മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാലേ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഹാർഡായിരിക്കും. ഈ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരു 1 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂറായി കേട്ടോ. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയമായി. കണ്ടോ, മാവ് ഇതുപോലെ കയ്യിലൊക്കെ നല്ല ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബോളായിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാനായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വിരലിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ മാവ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ എടുക്കില്ലേ, അതുപോലെയാണ്. പിന്നെ ഇത് ഒത്തിരി വലിയ വലിയ ബോൾസ് ആക്കി എടുക്കണ്ട, കാരണം എണ്ണയിലിടുമ്പോൾ
കുറച്ചൊന്ന് വലുതാവും, ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മീഡിയം സൈസിലുള്ള ബോളുകളാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതങ്ങനെ കറക്റ്റ് ഷേപ്പ് ആക്കി റൗണ്ട് ആക്കിയൊന്നും എടുക്കണമെന്നില്ല. അത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ബോൾ പോലെ ആയി വരും. ജസ്റ്റ് ഇങ്ങനെ എടുത്തങ്ങ് എണ്ണയിൽ ഇട്ടാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ വെക്കുക, അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഏത് എണ്ണയായാലും കുഴപ്പമില്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ഒരു മീഡിയം ചൂടേ ആവാൻ പാടുള്ളൂ. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഇത് ഇടുമ്പോൾ തന്നെ പുറമേ പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷെ ഉള്ളിൽ ആവശ്യത്തിന് വേവത്തുമില്ല. ഉള്ളിൽ അത്യാവശ്യം വേവുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു ചെറിയ പീസ് മാവൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇടുമ്പം കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുന്നില്ലേ എണ്ണയിൽ, ആ ഒരു ചൂടേ എണ്ണയ്ക്ക് പാടുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കൊടുക്കാം. ഷേപ്പ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഇട്ടാൽ മതി. ഒരു സമയം ഒരു 4-5 എണ്ണമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അത് പാനിൻ്റെ സൈസ് പോലെ, ഒരുപാടങ്ങ് നിറച്ചിടരുത്. കാരണം ഞാൻ പറഞ്ഞ പോലെ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് വലുതാവും. അപ്പോൾ അത് കണക്കാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് കുറച്ചൊന്ന് ബ്രൗൺ ആകുമ്പോൾ, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. പുറമേ ഒത്തിരി അങ്ങനെ ഹാർഡായി പോകാൻ പാടില്ല. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണയിലിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക എല്ലാം കൂടി. അപ്പം എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല ബ്രൗൺ കളറായി കിട്ടും. ഇതിപ്പോൾ നല്ല ബോൾ പോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. ആദ്യത്തെ ബാച്ച് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഞാൻ ഇടയ്ക്ക് കുട്ടികളെ നോക്കാൻ പോയ സമയത്ത് അത് കുറച്ചൊന്ന് മുരിഞ്ഞു പോയി കേട്ടോ. അത്രയും ബ്രൗൺ ആവണ്ട, കുറച്ചും കൂടി മുന്നേ എടുക്കണമായിരുന്നു. അപ്പോൾ അടുത്ത ബാച്ച് ഞാൻ ഇടുവാണ്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പരുവം കാണിച്ചു തരാം. അപ്പോൾ ഈ ബോണ്ട എണ്ണയിലിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല ഗോൾഡൻ കളറായി കിട്ടും. ഒരുപാട് മുരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറ് ആയാൽ മതി. ഞാൻ ആദ്യം എടുത്തത് കുറച്ചൊന്ന് മുരിഞ്ഞു പോയി, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അത്രയും ആവണ്ട, ഇതുപോലെ ആയാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു കണ്ടോ ബോൾ പോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇരുന്നതും കൂടി ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നല്ല അടിപൊളി ഗുണ്ട് റെഡിയായി. ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. മിക്കവാറും എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണല്ലോ. ഗോതമ്പും മൈദയും പഴവും ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. കണ്ടോ ഇതുപോലെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.